സ്തോത്രം 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 ഹല്ലേലൂയ സ്തോത്രം 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 ആമേൻ ഹല്ലേലൂയ സ്തോത്രം 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 പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ സന്ധ്യാസമയത്ത് ആമേൻ ലൈവിലേക്ക് കടന്നൊരു പുസ്തകത്തിൽ വലിയൊരായ ദൈവടികൾ ജീവിതത്തിൽ നൽകിയ എല്ലാ അവസരം കാണുന്നവർ സുഖിയും സ്തോത്രം 12 മണിക്കൂറെല്ലാം കർത്താവിൻ്റെ കാര്യത്തിലേക്ക് ആവിടെ സൂക്ഷിപ്പുണ്ടായി ആമേൻ ഹല്ലേലൂയ 12 മണിക്കൂറിൽ ആവത്താന്തങ്ങൾ രോഗം ദുഃഖം ബാധ്യതയെല്ലാം വിടിയിച്ച് സന്തോഷമത്തോടെ സന്ധ്യാസമയത്ത് കുടുംബമായി അങ്ങനെ പാതകത്തിലേക്ക് എടുത്തുവരും സുഹൃത്തിലെ വലിയൊരായ ദൈവം ഞാൻ ജീവിതത്തിൽ നൽകിയ അവസരം കാണുന്നവർ സുഖിയും സ്തോത്രം എത്രയോ മാതാപിതാക്കൾ എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ പ്രിയപ്പെട്ട ലോകത്ത് മാറ്റപ്പെട്ടു അതിൻ്റെ മധ്യയെല്ലാം കത്ത ആയസോടെ ആദ്യത്തോടെ ബലത്തോടെ നിർത്തി സുഖിയും സ്തോത്രം യാത്രക്കാർ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ അടയ്ക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ഹല്ലേലൂയ സ്തോത്രം 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 പരിശുദ്ധനായ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ അനുഗ്രഹമായ നല്ല രാത്രിക്കായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം സംഭവമാകുന്നൊരു പാൽക്കാലം അടിയങ്ങളെ വിട്ട് കടന്നു പോയില്ല കർത്താവെ 12 മണിക്കൂർ കൊണ്ട് എത്രയോ ആയുസ്സുണ്ട് ആമാളിനകത്ത് മാറ്റപ്പെട്ടപ്പോൾ അതേ രോഗികളെ ദുഃഖില്ലാതെ സമാധാനമില്ലാതെ സന്തോഷമില്ല ദുഃഖത്തിന് കൊണ്ട് അവസരമായിരിക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷകാര്യത്തിലെ ബലത്തോടെ കർത്താവിൻ്റെ പാതകത്തിലേക്ക് കത്തിടുക സ്വർഗ്ഗത്തിലെ വലിയ ദൈവം ഞങ്ങളെ സഹായിച്ച് അവൻകായി നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം കർത്താവേ ഹല്ലേലൂയ ദുഃഖത്തിൻ്റെ എല്ലാം കർത്താവെ അനേകം പ്രിയപ്പെട്ട സങ്കടത്തിലായിരിക്കുമ്പോൾ കർത്താവെ എൻ്റെ കർത്താവെ രാത്രി കല ഉയർത്തുക കർത്താവായസോടെ കർത്താവ് കൂടി വരപ്പ് ഞങ്ങൾ നിർത്തി അവർക്ക് വിളക്കാൻ നന്ദിയോട് സ്തുതിക്കുന്നു സ്തോത്രം കർത്താവെ കുഞ്ഞുങ്ങളോട് ഒരുമിച്ച് കർത്താവെ ഞങ്ങളുടെ പാതകത്തിലേക്ക് അടുത്തുവാൻ പാടുക പ്രാർത്ഥിപ്പാടും എല്ലാം കർത്താവെ അവിടുന്ന് കൃപയാണ് സാന്ത്വനിപ്പം കർത്താവിടെ ആക്കണമേ നമുക്കൊരു പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 നമുക്കൊരു പാട്ട് ചേർന്ന് പാടാം ആമേൻ ഹല്ലേലൂയ ഉപവാസികളെ യഹോവയ്ക്ക് ആർപ്പിടുക എന്നുള്ള ചേർന്ന് അറിയാവുന്നൊരു ചേർന്ന് കരങ്ങൾ തട്ടിപ്പാടാം ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ
സന്ധ്യാസമയത്ത് വചന ശുശ്രൂഷത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുക. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹമായ നല്ല രാത്രിക്കാൻ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം. സ്വർഗ്ഗങ്ങളുടെ സിംഹാസനം ഭൂമി അങ്ങയുടെ പാതകളാകെ അങ്ങയുടെ പാതകത്തിന് അപ്പാ പിതാവെ നിർമ്മിക്കപ്പെടുമ്പോഴത്തേക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോക്കുക. അടിയും ജീവിതത്തിലേക്ക് എല്ലാ അവസരം നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം. അല്ലല്ലോ കണ്ണീരും കാലിനും പ്രാണവാനും കത്താവെ അങ്ങ് കാത്തുവച്ച് നടത്തി കത്താവെ ആയുസ്വരാജ്യത്തിൽ ബലത്തോടെ സന്ധ്യാസമയത്ത് കത്താവെ ലൈവിൽ കടന്നു കാര്യങ്ങൾ കുടുംബമായി സഹായിക്കാൻ വൻകുറുക്കാൻ നന്ദിയോട് സ്തുതിക്കും. സ്തോത്രം. കത്താവെ രാത്രികാല വിദേശത്തും സ്വദേശത്തുമായി ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിക്കും. കത്താവെ ഞങ്ങൾ ഒരുമിച്ച് രാത്രികാലം അങ്ങയുടെ പാതകത്തിലായിരിക്കും. ഞങ്ങളുടെ ജീവിതം വളരെ അനുഗമായിട്ടും വിടുതലെത്തിക്കും. കത്താവെ എഴുന്നേടിയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കത്താവെ ദേവദാസനകത്ത് കത്തിലേൽപ്പിച്ച് പ്രാർത്ഥിശക്തമായ വചനം പ്രസംഗിപ്പാൻ ദേവദാസന കാര്യത്ത് ഉപയോഗിക്കണമേ നടത്തോട് പ്രാർത്ഥിക്കും. ദൈവദൂത് ദൈവ ആലോചന മറുകൂടാതെ വിളിച്ചു പറയാം. ആമയെ സഹായിക്കാൻ ശക്തനാക്കുന്ന മുഖാദിനെ സകലത്തിൽ മതിയായ ദൈവമായ അങ്ങ് കൂടി നിന്ന് കർത്താവെ അങ്ങ് ശക്തി ബലപ്പെടുത്തി ചെയ്യുമാണ്. ബലഹീനത്തിന് കൂടാത്തിൽ അങ്ങ് പറഞ്ഞ് ഇന്ന് രാത്രിക്കാലം ജനത്തിനാവശ്യമായി ദൈവദൂത് വിളമ്പുക. ദാസനെ അധികാരപ്പെടുത്തണം. പുരുഷന് പറഞ്ഞ് സംസാരിക്കുക. അവർ ശക്തീകരിക്കാൻ ബലപ്പെടുത്തുമാറാണമെന്ന് പ്രാർത്ഥിക്കും. രാത്രിക്കാലം ഒരു ഭാവിയെങ്കിൽ രക്ഷിക്കപ്പെടുക. പിന്മാറ്റക്കാർ മടങ്ങി വരും. കർത്താവയുടെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദേശം സ്വദേശിത്വായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് രാത്രിക്കാലം അവിടുത്തെ പാത്രത്തിലായിരിക്കും. ഞങ്ങൾ ശക്തിയും ബലപ്പെടുന്ന ശക്തനാക്കുന്നവൻ അല്ലേലിയോ മുഖാന്തരം സകലത്തും മതിയായ ദൈവം കർത്താവ് ഓരോരുത്തരെയും അവിടുതായ ഓരോ വിഷയങ്ങളുടെ മേലെ ആമേ ഹല്ലേലൂയ മറുപടി കൊടുത്ത് അങ്ങ് മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ ഹല്ലേലൂയ. ഭാരപ്പെടുന്ന പ്രയാസപ്പെടുന്ന രോഗത്താൽ ദുഃഖത്താൽ ഭാരപ്പെടുന്നത് അവരുടെ ഓരോ വിശുദ്ധ രാത്രിക്ക് അവർക്ക് ആവശ്യമായ ദൈവദൂതുകൾ ദൈവ ആലോചനകളെ ആമേ ഹാലയിലൂടെ പകർന്നു കൊടുക്കുന്ന ദാസനെ കരങ്ങൾക്ക് ഉപയോഗിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി കൂടി സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കും. പാടും ഞങ്ങൾ ബലപ്പെടുത്തിയാൽ നന്ദി പ്രാർത്ഥനായ സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കുക. ഹാലയിലൂടെ സൃഷ്ടിക്കുക ദൈവദാസനെ ക്ഷമിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ രാത്രി വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല രാത്രിയിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി സ്നേഹദീനം പ്രയർ ഫാമിലിയുടെ പേജിലൂടെ പ്രയർ സെൻറ്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ കർത്താവിൻ്റെ വചനത്തെ പ്രഘോഷിപ്പാൻ ഇന്ന് രാത്രിയിലും കർത്താവ് നൽകിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രശ്ന സങ്കീർണങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഈ ഭൂമിയിൽ ദൈവം തൻ്റെ മക്കളെ അവിടെ ഇവിടങ്ങളായി സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നല്ലോ. നമുക്കറിയാം ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത കാലഘട്ടമെന്ന് ലോക ജനത പറയുമ്പോൾ ദൈവം തൻ്റെ മക്കളെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ കോഴി തൻ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, കഴുകൻ തൻ കുഞ്ഞിനെ ചിറകിൻ്റെ മീതെ വഹിക്കുന്നത് പോലെ അവിടെ ഇവിടങ്ങളായി ദൈവം തൻ്റെ മക്കളെ കാല് കല്ലിൽ തട്ടാതെ കണ്ണിനെ കണ്ണിനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും അവിടുന്ന് വിടുവിക്കുകയും പരിപാലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൽ പ്രിയം വെച്ച ആമേൻ അനേക പ്രിയപ്പെട്ടവർ നിദ്ര പ്രാപിച്ച് നിത്യവിശ്രമത്തിനായി പോയിക്കൊണ്ടിരിക്കുകയാണ്, ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൽ അനുഗ്രഹീതനായ ആമേൻ ദൈവദാസൻ ആമേൻ എം പൗലോസ് ആമേൻ അനുഗ്രഹീതനായ കർത്തൃദാസൻ ഇന്ന് പ്രഭാതത്തിൽ താൻ പ്രിയം വെച്ച കർത്തൃ സന്നിധിയിൽ ചേർക്കപ്പെട്ട ആമേൻ വാർത്തകൾ ആമേൻ അനേകർ അറിയുകയും ആമേൻ ആ ഫ്യൂണറൽ സർവീസിൻ്റെ ആമേൻ ആ വീട്ടിലുള്ള ആ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്യുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ സഹോദരൻ ആമേൻ ഞങ്ങളുടെ കുടുംബ ഫാമിലിയുടെ വാട്സപ്പിൽ ആമേൻ ഒരു മെസ്സേജ് ഇടുകയുണ്ടായി. ആമേൻ കർത്താവിൻ്റെ വേലയുടെ മുഖത്തായിരുന്ന ആമേൻ ഒരു കർത്താവിൻ്റെ ദാസനും ദാസിയും ഈ കഴിഞ്ഞ ദിവസം ആമേൻ 1 മണിക്കൂർ ഗ്യാപ്പിൽ ആമേൻ കോവിഡ് നിമിത്തം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. നമ്മുടെ അടുത്ത ജില്ലയിൽ, പാലക്കാടിനടുത്തുള്ള ജില്ലയിൽ ആമേൻ കരവാറ്റ് എന്ന് പറയുന്ന കരവാരക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് ആമേൻ ആണെന്ന് തോന്നുന്നു. ആമേൻ അതെ, അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. അതിൽ ആമേൻ മാതാവിൻ്റെയും പിതാവിൻ്റെയും ദേഹവിയോഗം ആമേൻ ആ ശവസംസ്കാര ശുശ്രൂഷ കഴിഞ്ഞ് ആമേൻ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആമേൻ തൻ്റെ ആ മക്കളിൽ ഒരു മകൻ ആമേൻ കോവിഡ് നിമിത്തം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. ആമേൻ രണ്ടാമത്തെ മകനും അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നുവെന്നുള്ള ആ മെസ്സേജ് പ്രാർത്ഥന റിക്വസ്റ്റായിട്ട് അയക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആമേൻ ലോകത്തിൽ ആമേൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനേക സംഭവങ്ങൾ ആമേൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ദൈവമക്കൾക്കൊരു പ്രത്യാശയുണ്ട്. ജീവിച്ചാലും മരിച്ചാലും
ക്രിസ്തുവിന് വേണ്ടി. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ ആമേൻ അതെ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള പ്രത്യാശ ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജാതികളെപ്പോലെ പ്രത്യാശയില്ലാത്തവർ ആകരുത്. ആമേൻ. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരം പ്രാപിച്ച് കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ആമേൻ. മരണം നിശ്ചയമാ, സമയം എപ്പോഴാണെന്ന് അറിയത്തില്ലെന്നേ ഉള്ളൂ. ആമേൻ. ഈ നിൽക്കുന്ന ഞാനും മരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണം കാണാതെ ആമേൻ എടുക്കപ്പെടുന്ന ആമേൻ ഒരനുഭവത്തിലേക്ക് ആമേൻ ലോകം ആമേൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തു. ഹല്ലേലൂയ. ആമേൻ. കല്ലറയിൽ ആമേൻ എത്താതെ കണ്ട് ശരീരം രൂപാന്തരം പ്രാപിച്ച് മേഘങ്ങളിൽ എടുക്കപ്പെടുവാൻ കർത്താവിൻ്റെ വരവ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. ഇന്ന് രാത്രി കർത്താവിൻ്റെ വരവ് താമസിച്ചത് കൊണ്ടും എൻ്റെ ആയുസ്സിനെ ദൈവം ദീർഘമാക്കിയത് കൊണ്ടും ആമേൻ ദൈവവചന ശുശ്രൂഷയുമായി നിൽക്കുവാൻ എന്നെ പ്രാപ്തനാക്കിയിരിക്കുന്ന സർവ്വകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം ചൊല്ലുകയാണ്. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ദൈവിക വിളിയും തെരഞ്ഞെടുപ്പിനെയും പറ്റി ഹല്ലേലൂയ ഇന്ന് രാത്രി ചിന്തിപ്പാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത്. ആമേൻ. മറ്റൊരു ഗ്രൂപ്പിൽ ആമേൻ ഈ സന്ദേശം അറിയിക്കുവാൻ ആമേൻ അതെ അവസരം നൽകിയെങ്കിലും കഴിഞ്ഞ 1 മണിക്കൂർ ഞങ്ങൾ ആമേൻ ദൈവവചനം ശുശ്രൂഷിച്ചു. പക്ഷേ ആ ഗ്രൂപ്പിൽ അത് അപ്ലോഡ് ആകാതെ പോയി അതിൽ ഖേദിക്കുന്നു. ഇന്ന് രാത്രി വീണ്ടും ആ സന്ദേശം ഈ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും. ഹല്ലേലൂയ. ദൈവിക വിളിയെയും തെരഞ്ഞെടുപ്പിനെയും പറ്റി ആദ്യമായും ഏറ്റവും വ്യക്തമായും പുതിയ നിയമത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആമേൻ. വേദപുസ്തകത്തെ 2ആയി തിരിച്ചിരിക്കുന്നു, പഴയ നിയമവും പുതിയ നിയമവുമായിട്ട്. അതിൻ്റെ പുതിയ നിയമത്തിൽ വളരെ ശക്തവും വ്യക്തമായി ദൈവിക വിളിയെപ്പറ്റി തെരഞ്ഞെടുപ്പിനെ പറ്റി ആദ്യമായി പറഞ്ഞിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിനാൽ ആ കർത്താവിൻ്റെ വാക്കുകൾ ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ്. ആമേൻ. കർത്താവ് ഇത് തെളിയിച്ചത് മാനുഷികമായ ഒരു ഉപമയിൽ കൂടിയാണ്. ഹല്ലേലൂയ. അതിൽ കൂടിയാണ് നാം യാഥാർത്ഥത്തിൽ ആമേൻ ഈ വിഷയം മനസ്സിലാക്കേണ്ടത്. ആമേൻ. അത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ദൈവിക വിളിയും തെരഞ്ഞെടുപ്പും ആമേൻ അത് ഉറപ്പാക്കുവാൻ തക്കവണ്ണമിടയാണ്. ഹല്ലേലൂയ. അതെ, 9-ാം അധ്യായം 1 മുതൽ ആമേൻ താഴോട്ടുള്ള വേദഭാഗങ്ങൾ വിവാഹ വിരുന്നിൻ്റെ ഒരു ഉപമയാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. യേശു പിന്നെയും ഉപമകളിലൂടെ അവരോട് പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രനു വേണ്ടി അവൻ കല്യാണ സദ്യ ഒരുക്കിയ ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ വിരുന്നിന് ആമേൻ ഒരുക്കി തീർന്ന് എൻ്റെ കാളകളെയും തടിപ്പിച്ച മൃഗങ്ങളെയും അറുത്ത് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണ വിരുന്നിന് വരുവിനെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. എന്നാൽ അവർ അവൻ്റെ ക്ഷണം ഗൗരവമായി കൂട്ടാക്കിയില്ല. ചിലർ തങ്ങളുടെ നിലങ്ങളിലേക്കും മറ്റു ചിലർ തങ്ങളുടെ വ്യാപാര സ്ഥലങ്ങളിലേക്കും പോയി കളഞ്ഞു. ശേഷമുള്ളവർ അവൻ്റെ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു. രാജാവ് കോപിച്ച് സൈന്യങ്ങളെ അയച്ച് ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളഞ്ഞു. പിന്നെ അവൻ ദാസന്മാരോട്, കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ പെരുവഴിയിൽ ചേരുന്ന ഇടങ്ങളിൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാലയിലെ വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. സ്നേഹിത, നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്തു വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവൻ ഉത്തരം മുട്ടിപ്പോയി. രാജാവ് തൻ്റെ ദാസന്മാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവി, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ആമേൻ.
ഹല്ലേലൂയ. ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മോട് ഇടപെടും. ആമേൻ. നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്, നമ്മെ തെരഞ്ഞെടുത്തവൻ വിശ്വസ്തനാണ്. അവൻ നമ്മെ മറന്നു കളയുന്നവനല്ല, അവൻ നമ്മെ ഉപേക്ഷിക്കുന്നവനല്ല. ആര് മറന്നാലും ആരുപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തവനായ ദൈവം, അപേക്ഷിച്ചാൽ ആമേൻ ഉത്തരമരുളുന്ന ദൈവം നമ്മെ വിളിച്ചു. അവൻ്റെ വിളി കേട്ട് അവനെ അനുഗമിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നാം തെരഞ്ഞെടുത്തതല്ല, ദൈവം നമ്മെ തെരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ ആദ്യമായി വിളിയെയും തെരഞ്ഞെടുപ്പിനെയും അതെ പരാമർശിക്കുന്നത് ഇവിടെയാണ്. ഈ ഉപമയുടെ പശ്ചാത്തലം യഹൂദയിലേക്ക് ആമേൻ കർത്താവ് വരുന്നതും ആമേൻ അവർ കർത്താവിനെ വിളിയെ നിരസിക്കുന്നതും കർത്താവ് തുടർന്ന് ജാതികളെ വിളിക്കുന്നതുമായി ഉള്ള വിഷയമാണ് ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം. ഹല്ലേലൂയ. എന്നാൽ അത് വിശുദ്ധീകരിക്കുമ്പോൾ നിത്യതയിലേക്കുള്ള തിരഞ്ഞെടുപ്പിനെയും ആമേൻ അത് നിത്യനാശത്തിലേക്കുള്ള തള്ളിക്കളയിനെയും പറ്റി കർത്താവ് വിശുദ്ധീകരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, എന്തിനാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്? ആമേൻ. ഇനി നമുക്ക് ആമേൻ ഉപമയുടെ വിശദീകരണത്തിലേക്ക് പോകാം. ആമേൻ. ഇവിടെ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുവാനുള്ള വിളി അഥവാ കല്യാണ സദ്യക്കുള്ള വിളി ആദ്യം ഉണ്ടാകുന്നത് യഹൂദരിലേക്ക് ആമേൻ ക്ഷണിക്കപ്പെട്ടവരാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ അത് നിരസിക്കുമ്പോൾ ആ ക്ഷണം ജാതികളിലേക്ക് ആമേൻ അതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അതെ പെരുവഴികളിൽ ഉണ്ടായിരുന്ന ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം ക്ഷണിക്കുകയാണ്. അതായത് ദൈവത്തിൻ്റെ ആ മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുവാനുള്ള വിളി എന്നത് എല്ലാവരോടുമാണ്. ആമേൻ. എല്ലായിടത്തും ഉള്ള എല്ലാവരും മനസ്സാന്തരപ്പെടുക എന്ന് ദൈവം കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി ആമേൻ എല്ലായിടത്തുമുള്ള എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആമേൻ. ആ വിളി കേട്ട് രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആമേൻ. അവൻ നമ്മെ തെരഞ്ഞെടുത്തതിനായി നന്ദിയോടെ നമ്മുടെ കരങ്ങളെ അടിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രവർത്തികളുടെ പുസ്തകം 17-ാം അധ്യായം 30-ാം വാക്യം. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം അവഗണിച്ചിട്ട് ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും ആമേൻ ഹല്ലേലൂയ മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ആമേൻ. അതിന് കാരണം യേശുക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ കല്യാണ സദ്യയിലേക്ക് ആമേൻ കടക്കുവാൻ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ആമേൻ. അത് തങ്ങളുടെ വസ്ത്രം അത് നല്ലതോ ചീത്തയോ എന്നത് വിഷയമല്ല, അത് ഉപേക്ഷിച്ച് രാജാവ് കൊടുക്കുന്ന ആ സൗജന്യമായ കല്യാണ വസ്ത്രം ധരിക്കണം എന്നുള്ളതാണ്. ആമേൻ. അതുമായി ആമേൻ മാത്രമേ കല്യാണ സദ്യയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ. ആമേൻ. എന്നാൽ അവിടെ ഒരുവൻ കല്യാണ വസ്ത്രം സ്വീകരിക്കുവാനോ ധരിക്കുവാനോ തയ്യാറായില്ല എന്ന് നാം കാണുന്നതാണ്. എന്താണ് ഇതിന് കാരണം? ആമേൻ. സാധാരണ ആമേൻ ഞാൻ ദൈവവചന ശുശ്രൂഷയുടെ പ്രാരംഭത്തിലാണ് ചോദ്യത്തോടുകൂടെ ദൈവവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമയം ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. എന്താണ് അതിന് കാരണം? ന്യായമായ കാരണം എന്താണ്? ഹല്ലേലൂയ. അതിന് കാരണം രാജാവ് അവനുള്ള കല്യാണ വസ്ത്രം ഒരുക്കാത്തതല്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ആമേൻ നീ കല്യാണ വസ്ത്രം ഇല്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല. അവന് ഉത്തരം മുട്ടുകയുമില്ല. ആമേൻ. സ്വാഭാവികമായും തൻ്റെ വസ്ത്രം അത്ര മോശമല്ല. അതുകൊണ്ട് തന്നെ രാജാവിൻ്റെ പുത്രനെ കല്യാണ സദ്യക്ക് പങ്കെടുക്കുവാൻ യോഗ്യമായ വസ്ത്രമാണ് തൻ്റേതെന്ന് അവന് ആമേൻ ആ വ്യക്തി കരുതിയിരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ആമേൻ രാജാവ് വിളിച്ച ആ പെരുവഴികളിൽ ഉണ്ടായിരുന്ന ഒരു നല്ലവനായിരിക്കാം അത്. ഹല്ലേലൂയ. അതിനാൽ തൻ്റെ നല്ല വസ്ത്രം ഉപേക്ഷിക്കുവാനും രാജാവ് വാഗ്ദാനം ചെയ്ത ആ കല്യാണ വസ്ത്രം ധരിക്കുവാനും ആ വ്യക്തി തയ്യാറായില്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ എത്ര നല്ല വസ്ത്രവും കറപുരണ്ട തുണി പോലെ ആണ് എന്നും ആമേൻ അതുമായി ദൈവസന്നിധിയിൽ പ്രവേശിക്കുവാൻ കഴിയില്ല എന്നും ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പാപികൾ മനസ്സാന്തരപ്പെട്ട് തങ്ങളുടെ വസ്ത്രം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ നീതി വസ്ത്രം സ്വീകരിക്കുമ്പോൾ ഹല്ലേലൂയ നല്ലവർ പലരും തങ്ങളുടെ നല്ല വസ്ത്രം ഉപേക്ഷിക്കുവാൻ തയ്യാറാവാതിരിക്കുകയും അതിനാൽ കർത്താവിൻ്റെ നീതിയുടെ വസ്ത്രം സ്വീകരിക്കാൻ കഴിയാതിരിക്കുകയും
പലപ്പോഴും നാം നമ്മുടെ പാപ വഴികളിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറാണ്. എന്നാൽ നമുക്ക് തന്നെ നല്ലതായി തോന്നുന്ന നല്ല വഴികളിൽ നിന്ന് മാനസാന്തരപ്പെടുവാൻ തയ്യാറല്ല. അതിനാൽ പല നീതിമാന്മാർക്കും ആ ദൈവിക നീതിവസ്ത്രം ധരിക്കുവാനും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിയുന്നില്ല. ആമേൻ. അതിനാൽ ആണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ ആണ് മാനസാന്തരത്തിലേക്ക് വിളിക്കുവാൻ അതേ വന്നതെന്ന്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ യേശു അത് കേട്ടാറെ, ദീനക്കാർക്കല്ലാതെ സൗഖ്യമുള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല, ഞാൻ നീതിമാന്മാരെയല്ല പാപികളെ അത്രേ വിളിക്കുവാൻ വന്നത് എന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക്, അതായത് ആമേൻ, വിളി, തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ മുൻ നിയമനം, അതിലേക്ക് മടങ്ങി വരാം. പ്രൈസ് ദി ലോർഡ്. ഈ ഉപമയിൽ ആമേൻ പുത്രന്റെ കല്യാണ സദ്യയിലേക്കുള്ള ആ രാജാവിന്റെ വിളി, ആ കോളിംഗ് അനേകർക്കുള്ളതായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടുന്നത്, അതായത് എലക്ഷൻ, ചുരുക്കം പേർക്കാണ്. ഹല്ലേലൂയ. ആരാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ട ആ ചുരുക്കം? ആമേൻ, അതെ, എലക്റ്റഡ് ഫ്യൂ ആളുകൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാവ് തെരഞ്ഞെടുക്കുന്ന അഥവാ തെരഞ്ഞെടുക്കപ്പെട്ട ആ ചുരുക്കം പേർ എന്നത്, അതെ, തങ്ങളുടെ വസ്ത്രം ഉപേക്ഷിച്ച് രാജാവ് കൊടുത്ത ആ കല്യാണ വസ്ത്രം ഹൃദയപൂർവ്വം സ്വീകരിച്ചവരാണ്. ഇന്ന് രാത്രി അത് സ്വീകരിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. നീതിയോടെ ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ട് അവരെയാണ് രാജാവ് പുത്രന്റെ കല്യാണത്തിന്റെ ആ സന്തോഷത്തിലേക്ക് മുൻ നിയമിച്ചത്. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ആദ്യ ഉദാഹരണത്തിൽ ചിന്തിച്ചതുപോലെ ഇവിടെയും ആ തിരഞ്ഞെടുപ്പ് നിരുപാധിക, അൺകണ്ടീഷണൽ, അഥവാ ആമേൻ, മറിച്ച് തങ്ങളുടെ വസ്ത്രം ഉപേക്ഷിച്ച് ആ പുത്രന്റെ കല്യാണ വസ്ത്രം സ്വീകരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ തെരഞ്ഞെടുപ്പ് നടന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവം ലോക സ്ഥാപനത്തിന് മുൻപേ ആമേൻ ചിലരെ സ്വർഗത്തിലേക്ക് നിരുപാധികം, അതായത് അൺകണ്ടീഷണൽ ആയി തിരഞ്ഞെടുക്കുകയും ചിലരെ നിത്യ നരകത്തിലേക്ക് നിരുപാധികം, അൺകണ്ടീഷണൽ, അതെ, തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു എന്ന് ബൈബിൾ ഒരിടത്തും പഠിപ്പിക്കുന്നില്ല, ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടുമില്ല. ആമേൻ. സർവ്വലോകത്തിനും വേണ്ടി അതേ മറുവിലയായ ആ ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തിലൂടെ ലോകത്തിലെ എല്ലാവർക്കും വേണ്ടി, അതായത് നല്ലവർക്കും ദുഷ്ടന്മാർക്കും വേണ്ടി അതേ കല്യാണ സദ്യ ഒരുക്കി. പ്രൈസ് ദി ലോർഡ്. എല്ലാവരെയും ദൈവം പുത്രന്റെ കല്യാണ സദ്യയിലേക്ക് അതേ സൗജന്യമായി ക്ഷണിക്കുന്നു. ആമേൻ. ദൈവിക വിളിയുടെ അതേ ആ പ്രതികരിച്ച്, ഹല്ലേലൂയ, ആ ദൈവിക വിളിയോട് പ്രതികരിച്ച് മാനസാന്തരപ്പെട്ട് വിശ്വസിക്കുന്നവരെ, അഥവാ പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ വസ്ത്രം ഉപേക്ഷിച്ച് ആ കർത്താവിന്റെ നീതിയുടെ വസ്ത്രം സ്വീകരിക്കുന്നവരെയാണ് ദൈവം തെരഞ്ഞെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം തന്റെ പുത്രന്റെ കല്യാണ സദ്യയുടെ സന്തോഷത്തിലേക്ക് കടക്കുവാൻ അതേ മുൻ നിയമിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുകയാണ്. ഹല്ലേലൂയ. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടുമിരിക്കുന്നു. ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:2 ആമേൻ, സർവ്വലോകത്തിന്റെയും പാപത്തിനു വേണ്ടി ആ പ്രായശ്ചിത്തമായി ഈ സദ്യയിലേക്ക് സകല ജനത്തെയും ദൈവത്തിന്റെ സ്ഥാനാപതികളായി അത് ക്ഷണിക്കുന്നതാണ് ലോകത്തോടുള്ള സുവിശേഷം എന്ന് പറയുന്നത്. 2 കൊരിന്ത്യർ 5:20 ആകയാൽ ഞാൻ ക്രിസ്തുവിന് വേണ്ടി സ്ഥാനാപതികളായി ദൈവത്തോട് നിരന്നുകൊള്ളുവിനെന്ന് ക്രിസ്തുവിന് പകരം അപേക്ഷിക്കുന്നു. അത് ദൈവം ഞങ്ങൾ മുഖാന്തരം പ്രബോധിപ്പിക്കുന്നത് പോലെയാകുന്നു. ഹല്ലേലൂയ. അതെ, ഈ ക്ഷണം സ്വീകരിക്കുവാനും നിരസിക്കുവാനും കഴിവുള്ള മനുഷ്യനെ ചിലർ വ്യാഖ്യാനിക്കുന്നത് പോലെ യന്ത്ര മനുഷ്യനായല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ആമേൻ. ക്ഷണം സ്വീകരിക്കുന്നവരുടെ പാപങ്ങൾ നീക്കപ്പെടുന്നു, അവൻ നീതീകരിക്കപ്പെടുന്നു, അഥവാ അവന്റെ പഴയ വസ്ത്രം നീക്കപ്പെടുന്നു. അതേ, പുത്രന്റെ കല്യാണ വസ്ത്രം അവനെ ധരിപ്പിക്കുന്നു. ആമേൻ. എന്നാൽ ആമേൻ കാല സമയ പരിമിതികള് ആമേൻ ഒതുങ്ങാത്തവൻ, ഹല്ലേലൂയ, ആയ കാലാതീത നിത്യനുമായ ദൈവത്തിന് തൻ്റെ മുൻ അറിവിൽ ലോക സ്ഥാപനത്തിന് മുൻപേ ദൈവത്തിന് ആര് തൻ്റെ പുത്രന്റെ നീതി വസ്ത്രം സ്വീകരിക്കുവാൻ തയ്യാറാകുമെന്ന് അറിയുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനാലാണ് ദൈവം നമ്മെ തൻ്റെ മുന്നറിവിൽ തെരഞ്ഞെടുത്തതെന്നും ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തുവെന്നും പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചു എന്നും പറയുന്നത്. 1 പത്രോസ് 1:2 പിതാവായ ദൈവത്തിന്റെ മുന്നറിവിനൊത്തവണ്ണം ആത്മാവിന്റെ വിശുദ്ധീകരണം പ്രാപിച്ച്
അനുസരണം കാണിപ്പാനും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെടുവാനുമായി വൃദ്ധന്മാരായവർക്ക് എഴുതുന്നത്, നിങ്ങൾക്ക് കൃപയും സമാധാനവും വർദ്ധിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി സമാധാനം നഷ്ടപ്പെട്ടത് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതേ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അതേ സമാധാനം നൽകുവാനാ. വിളികെട്ട് ഇറങ്ങി തിരിച്ചവരുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി സമാധാനം വർദ്ധിക്കട്ടെ. കൃപമേൽ കൃപ പകരുവാൻ ശക്തരായവൻ ഇന്ന് രാത്രി കൃപ പകരട്ടെ. കരമടിച്ച കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 1:4 നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും, ഹല്ലേലൂയ, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാനും മുൻനിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചുരുക്കത്തിൽ കല്യാണ സദ്യയിൽ പ്രവേശിച്ച വ്യക്തി പറയും, ഒരു യോഗ്യതയും ഇല്ലാത്ത ആമേൻ എന്നെ വിളിച്ചു, ആമേൻ, കല്യാണ വസ്ത്രം സൗജന്യമായി തന്നു, അത് എന്നെ തെരഞ്ഞെടുത്തു, ഈ സന്തോഷത്തിലേക്ക് മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. കൃപയാൽ കല്യാണ സദ്യയിലായിരിക്കുന്നുവെന്നും രാജാവ് പറയും. ആമേൻ. രാജാവ് പറയും, അതെ, ഞാൻ നിന്നെ ലോക സ്ഥാപനത്തിനു മുമ്പ് ഈ കല്യാണ സദ്യയിലേക്ക് തെരഞ്ഞെടുക്കുകയും ഈ സന്തോഷത്തിലേക്ക് മുൻനിയമിക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന്. ഹല്ലേലൂയ. ആമേൻ. ഈ രണ്ട് പ്രസ്താവനകളും അതേ പൂർണ്ണമായും ശരിയാണ്. ആമേൻ. അതുപോലെ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്ത് എത്തിയ വ്യക്തി പറയും, തനിക്ക് സൗജന്യമായി തന്ന് ആ കല്യാണ വസ്ത്രം തള്ളിക്കളഞ്ഞതിനാൽ ആണ് അവിടെ എത്തിയത് എന്നായിരിക്കും. അതുകൊണ്ടാണ് തനിക്ക് ഉത്തരം മുട്ടിപ്പോയത്. ഇന്ന് രാത്രി കല്യാണ വസ്ത്രം സ്വീകരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ, നീതിയുടെ വസ്ത്രം ധരിച്ച് ആമേൻ ആ മണവാളന്റെ കല്യാണത്തിൽ അതേ പങ്കെടുക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കളിൽ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. അതേ, ആ കല്യാണ വസ്ത്രം ഇല്ലാത്ത വ്യക്തി ഹല്ലേലൂയ കരച്ചിലും പല്ലുകടിയുമുള്ള സ്ഥലത്ത് എത്തി. ഹല്ലേലൂയ. അതേ, ആ കല്യാണ വസ്ത്രം തള്ളിക്കളഞ്ഞതിനാലാണ് അവിടെ എത്തിയത്. ഇന്ന് രാത്രി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയെ തിരസ്കരിച്ച് അതേ നീതിയായ സ്നാനത്തെ തള്ളിക്കളഞ്ഞ് ആ കരച്ചിലും പല്ലുകടിയുമുള്ള യാതന സ്ഥലത്ത് എത്തുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് തികച്ചും സൗജന്യമായി ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതി സ്വീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25:41 പറയുന്നത്, നരകം പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടി മുന്നൊരുക്കിയതാണ്, സ്വർഗം മനുഷ്യർക്ക് വേണ്ടിയുമാണ്. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ വിളിയെ നിരസിക്കുന്നവർ, ആ കല്യാണ വസ്ത്രം നിരസിക്കുന്നവർ, സ്വാഭാവികമായി അവർ തന്നെ തിരഞ്ഞെടുത്തത് നരകത്തിൽ എത്തിച്ചേരുകയെന്നാണ്. ഇന്ന് രാത്രി താങ്കൾ തിരഞ്ഞെടുക്കുന്നത് ഏതാണ്? നിത്യമായ സ്വർഗമാണോ നിത്യമായ നരകമാണോ? ഹല്ലേലൂയ. ദൈവത്തിന്റെ വിളിയെ നിരസിക്കുന്നവർ, അതേ കല്യാണ വസ്ത്രം നിരസിക്കുന്നവർ, സ്വാഭാവികമായി അവർ തന്നെ തെരഞ്ഞെടുത്ത ആ നരകത്തിൽ എത്തിച്ചേരുകയാണ്. ഹല്ലേലൂയ. അതേ, യോഹന്നാൻ 3:16-19 വരെ കാണുന്നത് ന്യായവിധിക്ക് കാരണം ദൈവം അവനെ ന്യായവിധിക്കായി മുൻനിയമിച്ചത് കൊണ്ടല്ല, പകരം അവൻ ഇരുളിനെ, ആ പഴയ വസ്ത്രത്തെ സ്നേഹിച്ച് ദൈവപുത്രനിൽ വിശ്വസിക്കാതെ വെളിച്ചത്തെ, അതേ ആ നീതി വസ്ത്രത്തെ നിരസിച്ചതാണ്. ഹല്ലേലൂയ. നാം കണ്ടപ്പോൾ അതുപോലെ അതേ വിളി, തെരഞ്ഞെടുപ്പ്, ആ മുൻനിയമനം എന്നീ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദൈവവചന വിരുദ്ധ ഉപദേശങ്ങൾ സ്ഥാപിക്കുന്നത്. എങ്കിലും ബൈബിൾ ഒരു വാക്യത്തിൽ പോലും ഇത്തരം ഉപദേശം എന്ത് ചെയ്യുന്നില്ല, പഠിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് യഥാർത്ഥമായി വചനം പഠിച്ചുകൊണ്ട്, ഗ്രഹിച്ചുകൊണ്ട്, കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട് ജീവിക്കുവാൻ ആമേൻ തയ്യാറാകുക. സമാധാനത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയിരിക്കും. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുക. എന്തിനു വേണ്ടിയാണ് കർത്താവ് വിളിച്ചത്? എന്തിനു വേണ്ടിയാണ് കർത്താവ് തിരഞ്ഞെടുത്തത്? ഇവിടെ ആമേൻ വെട്ടിപ്പിടിച്ച് മണിസൗധങ്ങൾ പണിതുണ്ടാക്കി ഞാൻ വലിയ ഒരാളാണെന്ന് കാണിക്കാനാണോ, അതോ നിത്യതയിലേക്കാണോ നിന്നെ വിളിച്ചിരിക്കുന്നത്? അത് നിത്യജീവൻ അവകാശിയായിട്ടാണോ ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്? ആമേൻ. അതേ, നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? കല്യാണ വസ്ത്രം നിനക്കുണ്ടോ? ഹല്ലേലൂയ. എന്നാൽ ആമേൻ, പ്രവൃത്തിയുടെ പുസ്തകം 17:30 ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതെ, വിഗ്രഹാരാധനയെ അറിവില്ലായ്മ എന്ന് പൗലോസ് സംബോധന ചെയ്യുന്നു. ഹല്ലേലൂയ. ആമേൻ. അതെ, റോമാലേഖനം 1:21-23 വരെയുള്ള വാക്യങ്ങളിൽ മനഃപൂർവ്വമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തം അത്രേ. ആമേൻ. സർവ്വസൃഷ്ടിയും ഇന്ന് ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോടിയിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. അതേ, സർവ്വസൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുന്നോവിനോട് ഇരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന
അനേകരും നമുക്ക് ചുറ്റുമുണ്ട്. ആമേൻ. ഞാൻ ഞെരുക്കത്തിൽ നിന്ന് യഹോവയോട് നിലവിളിച്ചപ്പോൾ യഹോവ എനിക്ക് വിശാലത വരുത്തി. അബ്ബാസ് ആമേൻ അവൻ അതിരുകൾ വിസ്താരമാകുവാൻ ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു. ദൈവം അവന് വിശാലത വരുത്തി. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഈ ഞരക്കം എന്താണ്? ഹല്ലേലൂയ. ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിനായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ എന്ത് ചെയ്യാണ്? ഞരങ്ങുന്നു. ഹല്ലേലൂയ. അത് വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ഹല്ലേലൂയ ശൂന്യം. അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല. അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല, ഒന്നും അറിയുന്നതുമില്ല, ലജ്ജിച്ചു പോകുന്നതേ ഉള്ളൂ. ആമേൻ. അവർ അറിയുന്നില്ല, ഗ്രഹിക്കുന്നതുമില്ല. കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ വെണ്ണീർ തിന്നുന്നു. വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു. അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല. എൻ്റെ വലങ്കയാൽ ബോഷ്കല്ലയോ, ആമേൻ, എൻ്റെ വലങ്കയിൽ ബോഷ്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല. ആമേൻ. അഥോനയിൽ വാസ്തുവിദ്യയിൽ ഗംഭീരവും മനോഹരവുമായ ദേവാലയങ്ങളും വിലമതിക്കപ്പെടുന്ന കലാസൃഷ്ടികൾ പോലെയുള്ള വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നതായി കാണുന്നു. എന്നാൽ പൗലോസിന്റെ കർത്താവിനും ഇത് അഥേനക്കാരുടെ അറിവില്ലായ്മയുടെ തെളിവായിട്ടാണ് തോന്നിയത്. ഹല്ലേലൂയ. അവരുടെ ആ തത്വശാസ്ത്രത്തിന് അവരെ ദൈവത്തെ അറിയുന്നതിലേക്ക് നയിക്കുവാൻ കഴിഞ്ഞില്ല. ആമേൻ. ഇത് ബുദ്ധിശൂന്യമായ അജ്ഞതയല്ലാതെ മറ്റൊന്നുമല്ല. ആമേൻ. ഈ വാക്കുകൾ തൻ്റെ കേൾവിക്കാർ ഇഷ്ടപ്പെട്ടില്ല എങ്കിലും പൗലോസ് ആദ്യം മുതൽ ലക്ഷ്യമിടുന്ന കാര്യത്തിലേക്ക് ആമേൻ അതെ എത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. അതെ, മാനസാന്തരത്തിന്റെ സന്ദേശം അവരിൽ എത്തിക്കുവാൻ ഹല്ലേലൂയ താൻ ആത്മാവിൽ പ്രേരിതനായി അത് തനിക്ക് കഴിഞ്ഞു എന്ന് ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 1:19 മുതൽ 25 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിന്റെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ബോക്ഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ബോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ഹല്ലേലൂയ ജാതികൾക്ക് ബോഷത്വവുമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തു തന്നെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള സന്ദേശം ലോകത്തിന്റെ അറ്റത്തോളം എത്തിക്കുവാൻ കൃപ ലഭിച്ച അഭിഷക്തന്മാരെ, അതേ ക്രിസ്തു ആമേൻ ജീവിക്കുന്ന ദൈവമെന്ന് ആമേൻ അനേകരോട് വിളിച്ചു പറയുവാൻ അതേ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസിനെ ശക്തീകരിച്ച ദൈവം താങ്കളെയും ശക്തീകരിപ്പാൻ തക്കവണ്ണം മതിയായവനാണ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർക്ക് ഇടർച്ചയും ജാതികൾക്ക് ബോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ ബോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതേ, മാനസാന്തരം സ്വർഗരാജ്യം സമീപിച്ചിരിക്കുകയാ, മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞു. ആമേൻ. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ആ സമയത്ത് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചിലർ പീലാത്തോസ് ചില ഗലീലക്കാരുടെ ചോര അവരുടെ യാഗങ്ങളോട് കലർത്തിയ വർത്തമാനം അവനോട് അറിയിച്ചു. ഹല്ലേലൂയ. അതിനവൻ ഉത്തരം പറഞ്ഞത്, ആ ഗലീലക്കാർ ഇത് അനുഭവിക്കുക എല്ലാ ഗലീലക്കാരിലും പാപികൾ ആയിരുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാൻ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ല, ശീലോഹോമിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാർ ആയിരുന്നു എന്ന് തോന്നുന്നുവോ? പ്രൈസ് ദി ലോർഡ്. അത് വീണ്ടും ഒരു ന്യായമായ ചോദ്യം.
അല്ലല്ല, മനസ്സാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ. എല്ലായിടത്തും എല്ലാവരും മനസ്സാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിച്ചു. ഹല്ലേലൂയ. എല്ലാ തത്വചിന്തകരും, എല്ലാ ജാതിയിൽപ്പെട്ടവരും, വിഗ്രഹാരാധനക്കാരും, വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരും, അധികാരികളും അല്ലാത്തവരും, ആമേൻ, അതേ, സാമ്പത്തിക വ്യത്യാസമില്ലാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ ആവശ്യപ്പെടുന്നു. ആമേൻ. എല്ലാവരും പാപികളായതുകൊണ്ടാണ് ഈ പ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതേ ആവശ്യപ്പെടുന്നത്. എല്ലാവരും പാപങ്ങളിൽ നിന്ന് രക്ഷിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് കൊണ്ടുമാണ് അങ്ങനെ ചെയ്യുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിപ്പാൻ തക്കവണ്ണം ഇടയായി. ഹല്ലേലൂയ. അവൻ സകല മനുഷ്യനും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിലെത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ തന്നെ. ഇന്ന് രാത്രി ആമേൻ വിളിക്കപ്പെട്ട, ക്ഷണിക്കപ്പെട്ട, ആമേൻ അതെ തെരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തന്മാരെ, ഹല്ലേലൂയ, അതേ പ്രശ്നങ്ങളെ പരിഹരിപ്പാൻ ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒരുവനല്ലോ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായവൻ. ഹല്ലേലൂയ. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മനസ്സാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ. എത്ര മനോഹരമായ ഒരു മറുപടിയാണ് ഹല്ലേലൂയ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എല്ലാ ഭാവികളും ആത്മീയമായി ദീനമുള്ളവരാകുന്നുവെന്ന് ഹല്ലേലൂയ 9-ാം അധ്യായം 12-ാം വാക്യത്തിൽ കാണുന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ സൗഖ്യമാക്കാനാണ് യേശു വന്നത് എന്ന ആശയമാണ് അതിനുള്ളത്. ഹല്ലേലൂയ. അതേ, രോഗികളെ സഹായിക്കുവാൻ ഡോക്ടർ അവരോടൊപ്പം വേണമെന്നതുപോലെ ഭാവികളെ സൗഖ്യമാക്കുവാൻ അവരോടൊപ്പം താൻ ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമായിരുന്നുവെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവർ പാപികളായി തന്നെ തുടരുമ്പോൾ താൻ അവരോടൊപ്പമുള്ള ആ സഹവാസത്തിൽ സന്തോഷിക്കുകയോ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ അവരെ പോലാകുവാൻ താല്പര്യപ്പെടുകയോ ആയിരുന്നില്ല യേശുവിൻ്റെ ഉദ്ദേശം. പ്രൈസ് ദി ലോർഡ്. അവൻ പ്രായശ്ചിത്തമായി നമ്മുടെ പാപങ്ങളെ നീക്കിക്കളഞ്ഞ് ദൈവ കോപത്തെ അത് നമ്മിൽ നിന്ന് ആമേൻ തിരിച്ചു വിട്ടുവാൻ, ഹല്ലേലൂയ, അതേ, ക്രിസ്തു ആമേൻ ഈ ഭൂമിയിലേക്ക് ആമേൻ വരുവാൻ തക്കവണ്ണം ഇടയായി. വേദപുസ്തകത്തിൽ ആമേൻ അത് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ആ നിലയിൽ ആ വാക്കിന്റെ അർത്ഥം ഇതാണ്. റോമാലേഖനം 3-ാം അധ്യായം 25-ാം വാക്യം, വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുക നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ തന്നെ. ഹല്ലേലൂയ. ഇബ്രായലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകരത്തിൽ വിശ്വസ്ത മഹാപുരോഹിതരുമാകേണ്ടതിന് സകലത്തിനും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. സ്നേഹിത, താങ്കളുടെ കഷ്ടം, താങ്കളുടെ ബുദ്ധിമുട്ട്, താങ്കളുടെ പ്രയാസം എല്ലാം ആമേൻ പരിഹരിച്ച് ഹല്ലേലൂയ ഒരു ദൈവ പൈതലായി ആമേൻ നീതിയുടെ വസ്ത്രം ധരിപ്പിച്ച് ആ നിത്യജീവൻ അവകാശിയാക്കി മാറ്റുവാൻ ഉലകത്തിൽ ഒരുവനെ പ്രാപ്തിയുള്ളവനുള്ളൂ. അത് ഞാൻ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന കർത്താവായ യേശുവ. മത്തായി 26:28, യോഹന്നാൻ 3:14-15, 1 കൊരിന്ത്യർ 15:3, 2 കൊരിന്ത്യർ 5:19-21, ഗലാത്യർ 1:4, എഫെസ്യർ 1:7, എബ്രായർ 9:12-28, 1 പത്രോസ് 2:24, 3:18 ആമേൻ താരതമ്യം ചെയ്ത് ആമേൻ പഠിക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. സമയം പരിമിതി മൂലം ഞാൻ മുൻപോട്ട് പോകുന്നു. ഹല്ലേലൂയ. അതേ, സർവ്വലോകത്തിന്റെ പാപം അതേ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഹല്ലേലൂയ. യോഹന്നാൻ പറയുകയാണ്, യേശു തന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു. ഹല്ലേലൂയ. എങ്കിലും ആമേൻ ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിൽ അല്പം ആമേൻ ഒരു താഴ്ന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവന് മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ഹല്ലേലൂയ. ക്രിസ്തു ഒരു യാഗമെന്ന നിലയിൽ ആമേൻ അതേ അവർക്ക് വേണ്ടി മരിക്കാത്തത് കൊണ്ടല്ല മനുഷ്യർ നശിച്ചു പോകുന്നത്, പ്രത്യുത ഈ യാഗം അംഗീകരിക്കാത്തത് കൊണ്ടും അവനിൽ വിശ്വസിക്കാത്തത് കൊണ്ടുമാണ് അവർ നശിച്ചു പോകുന്നത്. അവർ വെളിച്ചത്തിനു പകരം ഹല്ലേലൂയ ഇരുളും വിശുദ്ധിക്ക് പകരം പാപവും തിരഞ്ഞെടുക്കുന്നു. ഇതാണ് അവരുടെ ശിക്ഷാവിധി. ആമേൻ ദൈവത്തിന്റെ ഈ നിരപ്പിന്റെ ശുശ്രൂഷയ്ക്ക് 2 വശങ്ങളുണ്ട്. ആമേൻ ദൈവം തന്റെ പുത്രൻ
പുത്രനെ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷയായി മരിക്കുവാൻ ഈ ലോകത്തിലേക്ക് അയച്ചു. മറ്റൊന്ന്, ഈ സദ്വർത്തമാനം പ്രസംഗിക്കുവാൻ, ലോകത്തെ അറിയിക്കുവാൻ തന്റെ ദാസന്മാരെ അയക്കുന്നു. ഇന്ന് രാത്രി ആ കൃപ ലഭിച്ച ദൈവമക്കൾ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. എന്നാൽ ആളുകൾക്ക് ഒരു ചുമതലയുണ്ട്. ഈ സന്ദേശം കൈക്കൊണ്ട് ദൈവവുമായി നിരപ്പ് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം ക്രിസ്തുവിൽ ഇതിനകം ലഭ്യമാക്കിയിട്ടുള്ള അനുരഞ്ജനം സ്വീകരിക്കുക എന്നതാണ്. ഹല്ലേലൂയ. അതേ, മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്നർത്ഥം. അതെ, പൗലോസ് ആമേൻ അതെ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണെന്ന് പറയുന്നു. അതെ, സുവിശേഷം പ്രസംഗിക്കുവാൻ ദൈവം അയക്കുന്ന ആരായാലും അവൻ ക്രിസ്തുവിന്റെ സ്ഥാനാപതിയാണ്. സ്ഥാനാപതി എന്ന് പറഞ്ഞാൽ ഒരാളെ അല്ലെങ്കിൽ കുറെ ആളുകളെ പ്രതിനിധീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ആളിനെയാണല്ലോ സ്ഥാനാപതി എന്ന് പറയുന്നത്. ആമേൻ, അവൻ സ്വന്തം അധികാരത്തിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല. തന്നെ അയച്ചവൻ തന്നോട് പറയുവാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നു. അത് ക്രിസ്തു സ്വർഗത്തിലാണ് തന്റെ സ്ഥാനാപതികൾ ഈ ഭൂമിയിലും. അതുകൊണ്ടാണ് സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി തന്റെ പാദപീഠമാകിയാൽ അവന്റെ പാദപീഠത്തെങ്കിൽ നാം ആയിരുന്നു ആമേൻ അവനോട് പ്രാർത്ഥിക്കുവാൻ, അവന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് കൃപ ചെയ്യുന്നത്. അവന്റെ പാദപീഠത്തെങ്കിൽ ആയിരിക്കുന്ന നമ്മെ ചേർപ്പാൻ എത്രയും മടങ്ങി വരാമെന്ന് പറഞ്ഞ കർത്താവിന്റെ വരവ് ആഗതമായി കൊണ്ടിരിക്കുകയാ. ആമേൻ. അവർ ക്രിസ്തുവിന്റെ നാമത്തിൽ ലോകത്തോട് സംസാരിക്കുന്നു, ക്രിസ്തുവിന്റെ സന്ദേശം ലോകത്തോട് പറയുന്നു. നോക്കുക, ദൈവം മനുഷ്യൻ രക്ഷ പ്രാപിക്കേണ്ടതിന് എങ്ങനെയാണ് അവരോട് യാചിക്കുന്നത്. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 30, 31, 32 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തന് അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവി. ഹല്ലേലൂയ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഹല്ലേലൂയ. അതേ, മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവീൻ. എൻ്റെ വാക്കുകൾ ഞാനിവിടെ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ആമേൻ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും അതെ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾക്കൊരു പുതിയ ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവീൻ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? ഹല്ലേലൂയ. ചുറ്റുപാടും മരണം ഭീതി മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, അനേകരെ മൃത്യുവിന് ഇരയായിക്കൊണ്ടിരിക്കുമ്പോൾ, അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരേണ്ട ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടു തിരുവീൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്തിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് മുൻ നിയമിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ആമേൻ, ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് നീതിയുടെ വസ്ത്രം അതേ ധരിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടോ? ആമേൻ. കർത്താവിൻ്റെ കൽപ്പനയാകുന്ന സ്നാനം സ്വീകരിച്ചിട്ടുണ്ടോ? ആമേൻ. കർത്താവ് വരുവാൻ സമയമാഗതമായി. ഹല്ലേലൂയ. ആമേൻ. അതേ, നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. ഇന്ന് രാത്രി അതിക്രമങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ആമേൻ കരുണാമയനായ ദൈവത്തോട് അനുദപിക്കുവാൻ എത്ര പേർ തയ്യാറാകും? ഹല്ലേലൂയ. നിന്റെ പാപം എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ഒരുവനേ ഉള്ളൂ. അത് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. കുടുംബത്തിൽ അതേ ഐക്യതയില്ലാതെ, കുടുംബത്തിൽ ക്രമക്കേടുണ്ടായി കണ്ണുനീരും ദുഃഖത്തിലും നെടുവീർപ്പിലൂടെ കടന്നു പോകുന്ന സഹോദരങ്ങളെ, കൂടപ്പറപ്പെ, മാതാവ്, ആദ്യ അഭിഷക്തന്മാരെ, നിങ്ങൾ ആരും തള്ളപ്പെട്ടു പോകരുത്. ആ കല്യാണ വസ്ത്രമില്ലാത്ത ആമേൻ അതെ ആ കരച്ചിലും പല്ലുകടിയുമുള്ള ആ നരക യാതനയുള്ള ആ അധമ പാതാളത്തിലേക്ക് ആമേൻ തള്ളിയിടുവാനിടയാകാതെ നിത്യമായ സ്വർഗത്തിലെത്തേണ്ടതിന് ആ നീതിയുടെ വസ്ത്രം, കല്യാണ വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ, അത് തികച്ചും സൗജന്യമായി ദൈവം നൽകുന്നതാണ്. ഇന്ന് രാത്രി ഹല്ലേലൂയ, മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാകുന്ന ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കുവാൻ കൃപ ലഭിച്ച ദൈവമക്കൾ കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. അതുകൊണ്ട് ഇസ്രായേൽ ആമേൻ ഗ്രഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തന് അവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ന്യായം വിധിക്കുക കർത്താവ് എത്രയും വേഗം ആമേൻ ആഗതനാകാൻ പോകുകയാണ്. ഹല്ലേലൂയ. ന്യായവിസ്താരത്തിൻ്റെ മുമ്പിൽ നാം ലജ്ജിതരായി തീരാതിരിക്കേണ്ടതിന് ഹല്ലേലൂയ ആമേൻ
അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങൾ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവി. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവിൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. ഇസ്രായേൽ ഗ്രഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആ കല്യാണ ദിവസത്തിൽ ആമേൻ അത് അരുമനാഥനോട് കൂടെ ആമേൻ അതേ നാമം ആയിരിക്കാൻ, അനിത്യമായ സൗഭാഗ്യം അനുഭവിപ്പാൻ ഇടയായി തീരേണ്ടതിനായി ആ വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവർ, ആമേൻ അത് രക്ഷിക്കപ്പെട്ടിട്ടില്ലാത്തവർ, ഹല്ലേലൂയ, സ്നാനപ്പെട്ടിട്ടില്ലാത്തവർ കർത്താവിൻ്റെ കൽപ്പന അംഗീകരിച്ച് ജീവിക്കുവാൻ ഇടയാകുക. അല്ല എങ്കിൽ തള്ളപ്പെട്ടു പോകുവാൻ ഇടയാകും. കണ്ണുകളടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച ദൈവവചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്കിഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. ഹല്ലേലൂയ. നിത്യജീവൻ അവകാശിയായി തീരുവാൻ ദൈവപുത്രനായ യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ച സന്ദേശം ഇന്ന് രാത്രി കേട്ട ഓരോ വ്യക്തികളും അത് നിത്യജീവൻ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ഇടയായി തീരേണ്ടതിന് മനസ്സ് മുതുക്കി രൂപാന്തരപ്പെടുവാൻ ഉതകുന്ന ജീവന്റെ വചനം കേട്ട വ്യക്തികൾ യേശുവുമായി ജീവിതം ദൃഢമാക്കി ജീവിക്കുവാൻ ഇടയാകട്ടെ. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ കർത്താവെ അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കാതെ ഹല്ലേലൂയ ജീവിക്കുന്നുവെങ്കിൽ ദൈവിക വിളിയെയും തിരഞ്ഞെടുപ്പിനെയും ആമേൻ അതേ ആ നിയമനത്തെയും മനസ്സിലാക്കി ദാസ്ഥാനപ്പെട്ട് ജീവിക്കുവാൻ സ്വർഗത്തിൽ വരുവനായ ദൈവം ഇന്ന് രാത്രി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്തിലേക്ക്, ദൈവിക സന്തോഷത്തിലേക്ക് കർത്താവ് യഥാർത്ഥമായ മാനസാന്തര അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവ് എല്ലാവരെയും സഹായിച്ചു. ഒരിക്കലും തള്ളപ്പെട്ടു പോകുവാൻ, ഒരിക്കലും ആമേൻ അതെ ആ കല്യാണ വസ്ത്രമില്ലാത്ത ആ വ്യക്തിയെപ്പോലായിത്തീരുവാൻ, അത് നിരസിക്കുവാനിടയാകാതെ ഹല്ലേലൂയ ആമേൻ അത് സ്വീകരിച്ചുകൊണ്ട് നിത്യജീവൻ അവകാശിയായി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കണം. വചനം കേട്ട എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണം. രോഗികളായി ഭാരപ്പെടുന്നവർ സൗഖ്യമാകണം. പാപികൾ മനം തിരിയട്ടെ, പിന്മാറ്റക്കാർ മടങ്ങി വരട്ടെ. സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ഈ രാത്രി എല്ലാവരും നിറട്ടെ. കർത്താവെ, കൊറോണ നിമിത്തം ഭാരപ്പെടുന്ന അനേക പ്രിയപ്പെട്ടവരുണ്ട്. പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയച്ച പ്രിയപ്പെട്ടവരുടെ വിഷയത്തിന്മേൽ എൻ്റെ കർത്താവിൻ്റെ കരം ചലിക്കട്ടെ. ഇന്ന് പകൽ ഈ കർത്താവെ സ്നേഹതീരം പ്രയർ ഫാമിലിയിലൂടെ ദൈവവചനം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ അയച്ച പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കരം ചലിക്കണം. രോഗികളായി ഭാരപ്പെടുന്നവർ, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മറ്റു വിവിധ ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നവർ, കുടുംബത്തിലെ ക്രമക്കേട് നിമിത്തം ആമേൻ ഭാരപ്പെടുന്നവർ എല്ലാവരും യേശുവിൻ നാമത്തിൽ വിടുവിക്കപ്പെടണം. എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നല്ലോ കർത്താവെ. എന്നാൽ അത് സ്വീകരിക്കുവാൻ കഴിയാതെ, അത് ഉൾക്കൊള്ളുവാൻ കഴിയാതെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും കർത്താവെ ഈ ദിവസങ്ങളിൽ യേശുവിനറിഞ്ഞ് ജീവിപ്പാനിടയാകട്ടെ. മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നല്ലോ കർത്താവെ. അപ്രകാരം ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ദൈവം എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളിയെ നിരസിക്കുന്നവർ, കല്യാണ വസ്ത്രം നിരസിക്കുന്നവർ സ്വാഭാവികമായി അവർ തന്നെ തിരഞ്ഞെടുത്ത ആ നരകത്തിൽ എത്തിച്ചേരുകയാണല്ലോ കർത്താവെ. ആമേൻ കർത്താവെ, ആ അനുഭവത്തിൽ നിന്ന് ഇന്ന് രാത്രി ചില വിടുവിക്കപ്പെടുവാൻ, നിത്യജീവൻ അവകാശിയായി, നിത്യരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അറിവില്ലായ്മ ക്ഷമിക്കണമേ. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കും. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച് പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളെ അറിയിച്ച് പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 9744034889 എന്ന നമ്പറിൽ റിക്വസ്റ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹതീരം പ്രയർ ഫാമിലിയിലെ ഈ കൂട്ടായ്മ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഈ ശുശ്രൂഷയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിന് വലുവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. 9 മണിക്ക് തന്നെ ലൈവ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ ഇന്ന് 8:30 തൊട്ട് 9:30 വരെ മറ്റൊരു എഫേത്ത മിഷൻ മിനിസ്ട്രീസ് എന്ന പേജിൽ ശുശ്രൂഷിക്കേണ്ടതുണ്ടായിരുന്നത് കൊണ്ട് ആമേൻ അല്പം വൈകി. അത് 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 10 മണിയായപ്പോൾ അവസാനിപ്പിച്ചു. പക്ഷേ അത് ആമേൻ അവരുടെ പേജിൽ അപ്രൂവ്ഡ് ആയില്ല. അതിൽ ഖേദമുണ്ട്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ഉണർന്നിരുന്ന് ഈ വചനം ശ്രവിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്ത എല്ലാവരെയും
സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിനെല്ലാം പ്രതിഫലമുണ്ട് നിശ്ചയം. ഹല്ലേലൂയ. ഒരു പാപി മാനസാന്തരപ്പെട്ടാൽ സ്വർഗം സന്തോഷിക്കും. ഒരാത്മാവ് ഭൂലോകത്തേക്കാൾ വിലയുള്ളതാണ്. നിത്യജീവൻ്റെ ഈ സന്ദേശം അനേകരിൽ എത്തിക്കുവാൻ മനസ്സ് വെച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ ഭാര്യ ഷീജ ഷിജു ആമേൻ ശാരീരികമായി അല്പം പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു. ആമേൻ വിടുതലിന് വേണ്ടി സൗഖ്യത്തിനു വേണ്ടി ആമേൻ പ്രാർത്ഥന ചോദിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ ഇത്രത്തോളം നമ്മെ സഹായിച്ച സർവകൃപാലുവായ ദൈവത്തിന് കരമുയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട് ആമേൻ ദൈവം അനുവദിച്ചാൽ നാളെ രാത്രിയിലും നമുക്ക് ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം തൻ്റെ ചിറകിൻ്റെ കീഴിൽ നമ്മെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ശുഭരാത്രി.